നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട രാമനവമിയാണ്. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്നേ ദിവസം ജപിക്കേണ്ടതായ മന്ത്രങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ കാര്യങ്ങൾ ഇന്നേ ദിവസം ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം കാണുന്ന ശുഭകരമായ ലക്ഷണങ്ങൾ, ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം പ്രകടമാകുന്ന ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ശ്രീരാമസ്വാമിയെ വന്ദിക്കുക. ശ്രീരാമജയം എന്നോ ഹരേ രാമ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏതെല്ലാമാണ് ആ വിശേഷപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്ന് രാത്രി തീരെ മുൻപ് ഈ ലക്ഷണം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, പ്രകടമാകുന്നു എങ്കിൽ മഹാഭാഗ്യം തന്നെയാണ്. ചില പ്രത്യേകമായ സൂചനകൾ ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമാക്കുന്നു എന്നതാണ് വാസ്തവം. ആ സൂചനകളെ കുറിച്ച് വിശദമായി അറിയാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നു എന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൂടി ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾ ദർശനം നടത്തണം എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. ചില വ്യക്തികൾ അപ്രകാരം ഉണ്ടാകാം. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി, യാദൃശ്ചികമായി നിങ്ങൾക്ക് ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കേണ്ടത് അത് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നും ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. മറ്റൊന്ന് ഉപ്പനുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ ഉപ്പന്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. അതിരാവിലെ ഉപ്പന്റെ ശബ്ദം കേട്ടുകൊണ്ട് ഉണരുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് നല്ല സമയങ്ങളുടെ തുടക്കമാണ്. തടസ്സങ്ങൾ തരണം ചെയ്ത് വിജയത്തിലേക്കുള്ള കുതിപ്പ് ആരംഭിക്കുന്നു എന്നർത്ഥമാക്കാം. മറ്റൊരു സാഹചര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിൽ, ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുന്നതായ അവസരത്തിലും ഉപ്പനെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ സൂചന തന്നെയാണ്. ഭഗവാന്റെ സാന്നിധ്യം, അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നും അനുകൂലമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ വളരെയധികം പ്രയാസപ്പെടുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലൊരു അവസ്ഥ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മറ്റൊരു സൂചനയായി പരാമർശിക്കുന്നത്, ഇന്നേ ദിവസം ശ്രീരാമസ്വാമിയുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം. പലവിധ സൂചനകളും ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾ അപ്രതീക്ഷിതമായി ശ്രീരാമചിത്രം വാങ്ങുകയും ശേഷമാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ്. ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈവശം ഭഗവാന്റെ ചിത്രങ്ങൾ വന്നു ചേരുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ സൂചന തന്നെയാകുന്നു. മറ്റൊന്ന്, ഇന്നേ ദിവസം മധുരം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ, അത് ക്ഷേത്രത്തിൽ നിന്നോ അല്ലാതെയോ നിങ്ങൾക്ക് മധുരം ലഭിക്കുന്നതായ കാര്യം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകാം. കാരണം ചില വ്യക്തികളിൽ നിന്നും ഇത്തരത്തിൽ നിങ്ങൾക്ക് മധുരം ലഭിച്ചു എന്ന് വരാം. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമാണ്. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്നു. മധുരകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. അണ്ണാനുമായി ബന്ധപ്പെട്ടും ചില സൂചനകൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അണ്ണാന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം.
അണ്ണാനെ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ സൂചനയായി പരാമർശിക്കാം. പല സാഹചര്യങ്ങളിലും ഉപ്പനെ കാണുകയാണ് എങ്കിലും ശുഭകരമാണ്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതായി പരാമർശിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ തന്നെ അണ്ണാന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിലും ശുഭകരമാണ്. കൂടാതെ നാമം ജപിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് അണ്ണാനെ കാണുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അണ്ണാന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നു. ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിലോ തിരിച്ചു വരുന്നതായ അവസരത്തിലോ അണ്ണാനെ കാണുവാൻ സാധിക്കുന്നതും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരവും മറക്കാൻ സാധിക്കാത്തതും ധനപരമായ നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങൾക്കോ കാരണമാകാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ഇന്നേ ദിവസം പച്ചക്കുതിരയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചനയാണ്. പലവിധ കാര്യങ്ങൾ കൊണ്ടും ധനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്നാൽ ആവശ്യത്തിന് ധനം ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അത്തരം സാഹചര്യങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാനും ആവശ്യമുള്ള ധനം അത് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. ധനപരമായ നേട്ടങ്ങൾ അത് ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ഇന്നേ ദിവസം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുകയും ആ വിളക്ക് കൂടുതൽ നേരം തെളിഞ്ഞു നിൽക്കുന്നതായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പതിവിലും വിപരീതമായി കൂടുതൽ സമയം വിളക്ക് തെളിയുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നും ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളിൽ പല പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് നേട്ടങ്ങളിലേക്ക് നയിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാതെ കുഴങ്ങുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് മുല്ലപ്പൂ ലഭിക്കുന്നു എങ്കിൽ ശുഭകരമാണ് സൂചന. അത് ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ലഭിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു എന്ന് വരാം. ഇന്നേ ദിവസം നിങ്ങൾ മുല്ലപ്പൂ അറിയാതെ പൊട്ടിച്ചു എങ്കിൽ പോലും ശുഭകരമാണ്. ആ പൂക്കൾ ഇറുത്തു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. എന്നാൽ ഈ കാര്യങ്ങൾ കേൾക്കുന്നതിന് മുൻപ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും നിങ്ങളുടെ കഴിവുകൾ അത് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും, പ്രകാശിപ്പിക്കുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കാം. സുഗന്ധം പോലെ തന്നെ നിങ്ങളുടെ കഴിവുകളും ജീവിതത്തിൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ മനസ്സിൽ മറക്കുവാൻ സാധിക്കാത്തതായ ഓർമ്മകളായി നിലനിൽക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളായി മാറും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്ര ദർശനവേളയിൽ പ്രസാദത്തിൽ നിന്നോ മറ്റോ തുളസി നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ, ശംഖുപുഷ്പം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചന തന്നെയാണ്. വന്നു ചേരാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ ഫലങ്ങളുടെ തുടക്കമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പലവിധ വിഷമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പലവിധ ദുഃഖങ്ങളോ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതെല്ലാം മറക്കുന്നതായ സാഹചര്യം, ഭഗവാനിൽ പൂർണ്ണമായും ലയിക്കുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ ഇന്നേ ദിവസം അത്തരം ചിന്തകൾ നിങ്ങളെ അലട്ടാത്തതായ സാഹചര്യം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമാണ് കാര്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഭഗവാന്റെ അഥവാ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക. ഈ കാര്യങ്ങൾ ഏവരും ചെയ്യേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും.